ചെറുതായി പോയി. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം, ഇറച്ചി തിന്നാൻ ഒരു സുഖമാ. കണ്ടവന്റെ ഇറച്ചി ഇങ്ങനെ പച്ചയിറച്ചി തിന്നുന്നത് വല്ലാത്ത ഒരു രസമാ. അവിടെ ഇവിടെയും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പറയും. പടച്ചവര് ചില വാപ്പമാര് നിസ്കാരം കഴിഞ്ഞു, വാപ്പാനെ കാണുമ്പോ വലിയ സങ്കടമാ. വേച്ച് പള്ളി വരും, കമ്പും കുത്തിയ വാപ്പ വരുന്നേ. നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് അസർ കഴിയുമ്പോ പള്ളിയുടെ പടിയിൽ അങ്ങോട്ട് ഇറങ്ങിയിരുന്നിട്ട് അങ്ങോട്ട് തുടങ്ങും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് പറയാൻ തുടങ്ങും. നീ ഒരു മരുമകൾ വന്നാൽ ആ മരുമകൾ ഒരു ജോലിക്കാരിയെ പോലെ കാണും. എന്നാൽ മക്കൾ വീട്ടിലുണ്ടാകും, അവർക്ക് വല്ലാത്തൊരു പരിഗണന നൽകാൻ. മരുമക്കള് ജോലിക്കാര്, മക്കളാണെങ്കിൽ രാജാക്കന്മാര്. ഇങ്ങനെയൊക്കെ കാണുന്ന വീട്ടുകാരുണ്ട്, അമ്മായിമ്മമാരുണ്ട്. വീട്ടിലേക്ക് വരുന്ന മരുമകള് ജോലി ചെയ്യാനും വീട്ടിലുള്ള പെങ്ങന്മാര്, ഭർത്താവിന്റെ പെങ്ങന്മാരിങ്ങനെ കിടന്നുറങ്ങാനും. എന്നിട്ട് ഈ മരുമകള് വീട്ടിലുള്ള മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. പെങ്ങന്മാർക്ക്, വീട്ടിലുള്ള പെങ്ങന്മാർക്ക്, ഭർത്താവിന്റെ പെങ്ങന്മാര് നല്ല ആരോഗ്യമൊക്കെയുള്ള 18, 19, 20 വയസ്സായ കല്യാണം കഴിഞ്ഞവരാവട്ടെ കഴിയാത്തവരാവട്ടെ, ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഏതോ വീട്ടിൽ നിന്ന് വന്ന ഈ പെൺകുട്ടി. അങ്ങനെ ചെയ്യരുത് നിങ്ങൾ. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് വിവാഹത്തെ തന്നെ നമ്മുടെ മക്കൾ പുറത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാരെയും ഒരുപോലെ കാണാൻ കഴിയണം. മക്കളോട് കുറച്ച് പണിയെടുപ്പിച്ചാലും കുഴപ്പമില്ല, മരുമക്കൾ പ്രയാസപ്പെട്ടു. മക്കൾ നിങ്ങൾ തന്നെയല്ലേ, പൊരുത്തപ്പെടും. മക്കൾ നിങ്ങൾ തന്നെയാണ്. എന്ത് പറഞ്ഞാൽ അവർ പൊരുത്തപ്പെടും. ഉമ്മ എന്നുള്ളൊരു ബന്ധമുണ്ടാവും. മറ്റത് ജീവിതത്തിൽ ആരെയെങ്കിലും പരസ്പരം തെറ്റിച്ചിട്ടുണ്ട്? രണ്ടാളുകൾ തമ്മിലുള്ള ബന്ധം മുറിയാൻ നിങ്ങൾ കാരണക്കാരനായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് മരണത്തിന് മുമ്പ് അനുഭവിക്കേണ്ടി വരും. പരിശുദ്ധ ഖുർആൻ പോലും ആ വിഭാഗത്തെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഹുമസ, ലുമസ. മനുഷ്യർക്കിടയിലുള്ള ബന്ധം അസൂയ കൊണ്ടോ കുശുമ്പ് കൊണ്ടോ ഇല്ലാതെയാക്കാൻ പല മെത്തേഡുകളും ആളുകൾ സ്വീകരിക്കാറുണ്ട്. സെഹറിലൂടെ ആവാം, കണ്ണേറിലൂടെ ആവാം, പരദൂഷണം പറഞ്ഞു കൊടുത്തിട്ടാവാം, ഇല്ല കഥയുണ്ടാക്കി പറഞ്ഞിട്ടാവാം. എങ്ങനെയെങ്കിലും നിങ്ങൾ നല്ലപോലെ പോയ രണ്ടാളുകളെ തമ്മിൽ രണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അതിന്റെ ശിക്ഷ അനുഭവിക്കും, ഉറപ്പാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടാവാം. നിങ്ങളുടെ മക്കളും പോലും നിങ്ങളെ തള്ളിപ്പറഞ്ഞേക്കാം. ആളുകൾക്കിടയിൽ വെറുക്കപ്പെടേണ്ട, വഷളാകേണ്ട ഒരു ഗതികേടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എല്ലാം തെറ്റുപോലെയല്ല ഈ തെറ്റ്. മനുഷ്യരെ രണ്ടാക്കുകയും തമ്മിൽ അകറ്റുകയും ചെയ്യുന്നത് പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ളതും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. ഈ സദസ്സിൽ ചിലപ്പോൾ മക്കൾ ഓർത്തെടുക്കുന്ന ബാപ്പമാരുണ്ട്, ബാപ്പമാരോർത്തെടുക്കുന്ന മക്കളുണ്ട്, ഉമ്മമാരോർത്തെടുക്കുന്ന മക്കളുണ്ട്. വേല കേൾക്കുന്ന വിശ്വാസികളെ, ഇതുപോലെ 2-3 ദിവസം കഴിയുമ്പോൾ ഏതോ ഒരു വേലിന്റെ സദസ്സിലോ എവിടെയോ വെച്ച് സ്മരിക്കപ്പെടുന്നവരായി ഞാനും നിങ്ങളും മാറാനുണ്ട്. നമ്മളില്ലാത്തതിന്റെ പേരിൽ വീട്ടിലൊന്നും മുടങ്ങാനില്ല. നമ്മളില്ലാത്തതിന്റെ പേരിൽ നമ്മളെ മക്കളെ വിവാഹം മുടങ്ങപ്പെടുന്നില്ല. നമ്മളെ വീട്ടുകളിൽ ഉണ്ടാകേണ്ട ഒരു സന്തോഷവും ഞാനില്ലാത്തതിന്റെ പേരിൽ എന്റെ വീട്ടിലെ നടക്കാതിരിക്കൂല. 40 കഴിയുന്നതുവരെ അവർ കാത്തിരിക്കും. അത് കഴിഞ്ഞാൽ എന്റെ മകൻ വിവാഹപ്രായമെത്തിയെങ്കിൽ നാട്ടുകാർ വിവാഹം കഴിപ്പിക്കും, അല്ലെങ്കിൽ ഉപ്പമാര് വിവാഹം കഴിപ്പിക്കും, ഇഷ്ടപ്പെടുന്നവർ വിവാഹം കഴിപ്പിക്കും. എന്റെ മകൻ എന്റെ വാപ്പയില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ടെന്നവൻ തീരുമാനിക്കില്ല. തീരുമാനിക്കരുതെന്ന് ഞാനും പറയും. എന്റെ സാന്നിധ്യം അവൻ ഇഷ്ടപ്പെട്ടെങ്കിലും അവന്റെ ഇഷ്ടത്തെ പരിഗണിക്കാൻ എനിക്ക് പോലും സാധിക്കാത്ത ദിവസം. ഇങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ ജീവിതത്തിന്റെ പിന്നാലെ ഓടിയിട്ടാണ് നമ്മൾ ആഹാരം മറന്നു പോകുന്നതെങ്കിൽ നമ്മൾ എത്ര വലിയ വിഡ്ഢികളാണ്, എത്ര ചിന്തയില്ലാത്തവരാണ്. മരണത്തിന്റെ ശേഷമുള്ള ജീവിതം ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു ലോകമല്ല, ഇങ്ങനെ വിഷമിപ്പിക്കുന്ന ഒരു ലോകമല്ല. മറിച്ച് നമുക്ക് സന്തോഷം മാത്രം പകർന്നു നൽകാനുള്ള ലോകമാണ് മരണത്തിന്റെ ശേഷമുള്ള സ്വർഗീയ ജീവിതം. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്?